ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ മോഹൻ വർഗീസ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്, കിഴക്കൻ യുക്രൈനിലെ ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുത്താൽ സൈനിക നടപടി അവസാനിപ്പിക്കാൻ തയ്യാർ എന്നൊരു നിലപാട് പുടിൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് സെലൻസ്കിയോട് ട്രംപ് അവതരിപ്പിക്കുന്ന സമയത്ത് അത് എത്രത്തോളം സെലൻസ്കി അംഗീകരിക്കാൻ സാധ്യതയുണ്ട്? അപ്പോൾ ഈ ചർച്ച എത്രത്തോളം വിജയകരമാകുമെന്ന് പ്രതീക്ഷിക്കണം? ഇന്നത്തെ ചർച്ച തീർച്ചയായും നിർണായകം തന്നെയാണ്. നേരത്തെ ഉണ്ടായ പരാതി, യൂറോപ്യൻ രാജ്യങ്ങളുടെ പരിഭവം എന്ന് പറയുന്നത് ഏറ്റവും അധികം സെക്യൂരിറ്റി ത്രെട്ട് നേരിടുന്നത് യൂറോപ്പാണ്. റഷ്യയിൽ നിന്നും ഏറ്റവും അധികം സുരക്ഷാ ഭീഷണി നേരിടുന്നത് യൂറോപ്പാണ്. യൂറോപ്യൻ രാജ്യങ്ങളാണ്. ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും ഒക്കെ പോലെയുള്ള രാജ്യങ്ങളാണ്. അവരുടെ പങ്കാളിത്തമില്ലാതെ പുടിനും ട്രംപും തമ്മിൽ ചർച്ച നടത്തി ഉക്രൈൻ പ്രശ്നം പരിഹരിക്കാം എന്നാണെങ്കിൽ അതിലൊരു അസ്വാഭാവികതയുണ്ട്. അതുകൊണ്ട് ഉക്രൈന്റെ സാന്നിധ്യമില്ലാതെയും യൂറോപ്യൻ സമൂഹത്തിന്റെ സാന്നിധ്യമില്ലാതെയും ഏകപക്ഷീയമായി രണ്ട് വൻ ശക്തികൾ റഷ്യയും അമേരിക്കയും ചേർന്ന് ധാരണയിലെത്തിക്കഴിഞ്ഞാൽ അത് ശാശ്വതമാകില്ല എന്ന ഒരു പൊതുചിന്തയുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് സമയം ചോദിച്ചതും യൂറോപ്യൻ നേതാക്കളെയും സെലൻസ്കിയെയും കാണുക എന്ന ഒരു ചിന്ത ഉണ്ടായതും. ഇവിടെ ആദ്യം മനസ്സിലാക്കിയിരുന്നത് ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് തന്നെയാണ്. പക്ഷെ സെലൻസ്കി ഒറ്റക്കല്ല. ഇപ്രാവശ്യം ജർമ്മനിയുടെ ചാൻസലർ, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, അതുപോലെ ഫ്രഞ്ച് പ്രസിഡന്റ്, ഇറ്റാലിയൻ പ്രധാനമന്ത്രി, ഇവരുടെ എല്ലാം ഒരു സംഘമാണ് ഇപ്പോൾ വാഷിംഗ്ടണിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ട്രംപുമായി ഇപ്പോൾ ചർച്ച നടത്തുമ്പോൾ പ്രധാന വിഷയം ഉക്രൈന് യൂറോപ്യൻ യൂണിയൻ നൽകാൻ സാധ്യതയുള്ള സുരക്ഷാ ഉറപ്പുകളുടെ സ്വഭാവം എന്തായിരിക്കണം. അതിന് പുടിൻ അനുവാദം നൽകിയിട്ടുണ്ട്. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ നെയ്റ്റോയിൽ ഒരുപക്ഷെ യുക്രൈനെ ചേർക്കുന്നതിന് പുടിൻ സമ്മതം നൽകില്ല. അതേസമയം ചില സുരക്ഷാ ഉറപ്പുകൾ നെയ്റ്റോയുടെ വകയായും യൂറോപ്യൻ സമൂഹത്തിന്റെ വകയായും ഉക്രൈൻ എന്ന രാജ്യത്തിന് ചില സുരക്ഷാ ഉറപ്പുകൾ, വാഗ്ദാനങ്ങൾ യൂറോപ്യൻ സമൂഹം പരസ്യമായി രേഖാമൂലം നൽകും. അത് ഒരു കരാറിന്റെ ഭാഗമായി അംഗീകരിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തയ്യാറാണ്. പക്ഷെ ആ ഉറപ്പുകളുടെ സ്വഭാവം എന്താണ്? അതാണ് ഒരു ചർച്ചാ വിഷയം. രണ്ടാമത്തേത് യഥാർത്ഥത്തിൽ വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. ഉക്രൈന്റെ ഭൂമിയുടെ ഏതാണ്ട് 20% ക്രൈമിയ പെനിൻസുല ഉൾപ്പെടെ 20% ഡിഫാക്ടോ റഷ്യയുടെ കൈവശമാണ്. അതിന്റെ ഭാവി എന്താവും? ഡൊണസ്ക്, ലുഹാൻസ് മേഖലയടങ്ങുന്ന ഡോൺബാസ് എന്ന പ്രവിശ്യ, ആ പ്രദേശത്ത് റഷ്യൻ വംശജർ ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശമാണ്. ആ പ്രദേശം ഏതാണ്ട് പൂർണ്ണമായി റഷ്യയുടെ കൈവശമാണ്. ഇപ്പോൾ യുദ്ധത്തിൽ കീഴടക്കിയതാണ്. ആ പ്രദേശം വിട്ടുകൊടുക്കാൻ റഷ്യ തയ്യാറാവുമോ? വളരെ വലിയ ചോദ്യമാണ്. എനിക്ക് തോന്നുന്നത്, എന്റെ ഒരു ചിന്ത പോകുന്നത് ഇങ്ങനെയാണ്. റഷ്യൻ പ്രസിഡന്റ് ഇപ്പോൾ കണ്ടീഷൻ വെച്ചിരിക്കുന്നത് ടെറിട്ടോറിയൽ ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ധാരണയായതിനു ശേഷം വെടിനിർത്തൽ എന്നതാണ്. സാധാരണ എല്ലാ ചർച്ചകളിലും സംഭവിക്കുന്നത് ആദ്യം വെടിനിർത്തട്ടെ, എന്നിട്ട് നമുക്ക് സമാധാനമായി ഒരു മേശയ്ക്ക് അപ്പുറം ഇപ്പുറം ഇരുന്ന് ചർച്ച ചെയ്യാം. ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നത്. അതുകൊണ്ട് ചെറിയ തോതിലെങ്കിലും ഒരു ടെറിട്ടോറിയൽ ട്രാൻസ്ഫർ എന്നതല്ല, ഇപ്പോഴത്തെ യഥാർത്ഥ നിയന്ത്രണ രേഖ ഒരു ശാശ്വത രേഖയായി, പെർമനന്റ് ബോർഡറായി അംഗീകരിക്കണം എന്നത് ഒരു ഡിമാൻഡ് റഷ്യയുടെ ഭാഗത്തുനിന്നും വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ 2014 ഉക്രൈനിൽ നിന്നും കൈവശപ്പെടുത്തിയ ക്രൈമിയ പെനിൻസുല അത് ഒരു കാരണവശാലും റഷ്യ വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. ആ കാര്യം കുറച്ചുകൂടി ഔപചാരികമായി അത് റഷ്യയുടെ ഭാഗമാണ് എന്ന് മുൻകാലത്ത് 1954 വരെ സ്റ്റാലിനിസ്റ്റ് കാലത്ത് റഷ്യയുടെ ഭാഗം തന്നെയായിരുന്നു. അത് റഷ്യ ഔപചാരികമായി റഷ്യയോടൊപ്പം ചേർക്കാൻ തീർച്ചയായും ധാരണയാകും. അതിന് യുക്രൈനും വലിയ വിമർശനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. പക്ഷേ സപ്രോഷ്യ പ്രവിശ്യയിലെ ചില ഭാഗങ്ങൾ, ഖെർസൺ പ്രവിശ്യയിലെ ഭാഗങ്ങൾ, ഡോൺബാസ് മേഖലയിലെ ഡൊണസ്ക്, ലുഹാൻസ് പ്രവിശ്യയിലെ ചില ഭാഗങ്ങൾ, അതിന്മേൽ റഷ്യ പിടിമുറുക്കാനുള്ള എല്ലാ സാധ്യതയും കാട്ടുന്നു. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ പ്രധാന വെല്ലുവിളി യൂറോപ്യൻ രാജ്യങ്ങളെയും ഉക്രൈനെയും ടെറിട്ടോറിയൽ ട്രാൻസ്ഫർ ചെറിയ രൂപത്തിലെങ്കിലും, 20% ഭൂമിയൊന്നും ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരില്ലായിരിക്കാം, പക്ഷെ ചെറിയ രൂപത്തിലെങ്കിലും ഒരു കൺസെഷൻ വേണ്ടി വന്നേക്കാം. അക്കാര്യം കൺവിൻസ് ചെയ്യാൻ വളരെ വലിയ ബുദ്ധിമുട്ടാണ്. തിരിച്ച് പുടിനോട് സംസാരിക്കുമ്പോൾ പുടിൻ ചില ഉറപ്പുകൾ ചോദിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നോ ഉക്രൈനിൽ നിന്നോ റഷ്യക്ക് സുരക്ഷാ ഭീഷണി വരുന്നില്ല എന്ന് ഉറപ്പ് നൽകേണ്ടതുണ്ട്. ഏത് രീതിയിലുള്ള ഉറപ്പുകളാണ് യൂറോപ്പിന് നൽകാനാവുക? അപ്പൊ റഷ്യക്കായി യൂറോപ്പ് നൽകുന്ന ചില ഉറപ്പുകൾ, ആ ഉറപ്പുകളുടെ സ്വഭാവത്തെക്കുറിച്ചും ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്നേക്കാം. അതുകൊണ്ട് തീർച്ചയായും നിർണായകമായ ഒരു കാര്യമാണ്. പുടിൻ ട്രംപ് ചർച്ച തുടരുന്നതിന് മുൻപായി
സാഹചര്യം ഒരുക്കണം, മനസ്സുകളെ ഒരുക്കണം. വ്യക്തമായ അന്തിമ കരാറിന്റെ രൂപരേഖ മുൻകൂട്ടി തന്നെ ബ്ലൂ പ്രിന്റ് തയ്യാറായി വരണം. അതിനുവേണ്ടി നടക്കുന്ന ചർച്ചകളാണ്. വിജയപ്രതീക്ഷ തന്നെയാണ് ട്രംപിന്റെയും പുടിന്റെയും ഭാഗത്ത് ഇപ്പോഴുള്ളത്. നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് പ്രതികരിച്ചതിന്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ലോകം ഉറ്റുനോക്കുകയാണ്. ട്രംപ് പുടിൻ ചർച്ച പോലെ തന്നെ ട്രംപ് സെലൻസ്കി ചർച്ച എത്രത്തോളം ലക്ഷ്യത്തിലെത്തുമെന്നത് കാണാൻ ലോകം ഉറ്റുനോക്കുകയാണ്. KP അഭിലാഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.